ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അതെ, താൻ ഇനി എന്റെ ഓഫീസിൽ ജോലി ചെയ്യണ്ട. അയ്യോ, അതെന്താ സാറേ? സാറേ, ഞാൻ ചായക്ക് കാശ് കൊടുക്കുന്നുണ്ടാണോ? ഇനി മുതൽ കൊടുത്തോളാം സാറേ. അതല്ലടോ, തന്നെ ടീമൊന്ന് മാറ്റിയിരിക്കുക. ഇനി മുതൽ താൻ അണ്ടർ കവർ പോലീസ് ടീമിലാണ് വർക്ക് ചെയ്യേണ്ടത്. സ്കൂളിൽ പോയി പഠിച്ച് മിടുക്കിയായാലല്ലേ വലുതാവുമ്പോ അമ്മയെ പോലെ അമ്മയുടെ ബിസിനസ്സും ഒക്കെ നോക്കാൻ പറ്റൂ. വാശി കാണിക്കല്ലേടാ. സ്കൂളിൽ പോവാതെ അമ്മയുടെ കൂടെ ഓഫീസിൽ വന്നിരിക്കാനൊന്നും പറ്റില്ല. അല്ലെങ്കിൽ തന്നെ അമ്മയ്ക്ക് ഓഫീസില് ഒരുപാട് ജോലികളുള്ളതല്ലേ. അപ്പൊ പിന്നെ മോളെ ആര് നോക്കും? സ്കൂളിൽ പോവാൻ മടി കാണിക്കുന്നതേ ചീത്ത കുട്ടികളാ. മോള് നല്ല കുട്ടിയല്ലേ, മിടുക്കി വാവയല്ലേ. ഞാനല്ലാതെ അമ്മയുടെ ബർത്ത്ഡേ ഓർത്തിരിക്കുന്ന ആരാ ഈ നാട്ടിലുള്ളത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. ഓർമ്മ വെച്ച നാള് മുതല് എന്റെ അമ്മയെ ദുഷിക്കുന്ന മുഖങ്ങൾ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. ഇപ്പോ ഇത്രയും വർഷങ്ങൾക്കിപ്പുറം അമ്മയുടെ ജന്മദിനം ഓർത്തു വെച്ച് അത് ആഘോഷിക്കുന്നുണ്ടെങ്കിൽ അതിന് പിന്നില് ആരായിരിക്കും? എന്തായിരിക്കും അവരുടെ ഉദ്ദേശം? ചേട്ടാ, ഒരു ചായ. ഓ സോറി ചേച്ചി, ഒരു ചായ. ഹലോ, ഞാൻ സാറ് പറഞ്ഞ സ്ഥലത്തെത്തി നിൽക്കുകയാണ്. ഇല്ലാന്ന് അങ്ങേര് വന്നിട്ടില്ലാന്ന്. ഇതൊക്കെ എന്റെ അടുത്ത് ചോദിച്ചാ എനിക്കെങ്ങനെ അറിയാനാ? ബാഗ് കൊണ്ട് വരാൻ പറഞ്ഞു. എവിടെയെങ്കിലും പോവാനായിരിക്കും. ഏമാൻ പറഞ്ഞാ പോവാതിരിക്കാൻ പറ്റുമോ? എവിടെ ആയാലും പോണം. ചായ പറയോ? എടി ഇല്ലടി, സത്യമായിട്ടും വിത്തോട്ട് ചായ. സത്യമായിട്ടും ഞാൻ ചായ കുടിക്കാൻ വന്നതല്ല. ഒരുപാട് ദൂരം നടക്കേണ്ടി വന്നു. അപ്പൊ ദാഹിച്ചു. മോരുവെള്ളം കുടിക്കാന്ന് പറഞ്ഞ കടയിലോട്ട് കയറിയതാണ്. അവിടെ മോരുവെള്ളം ഇല്ല. അതുകൊണ്ടൊരു ചായ കുടിച്ചെന്നേ ഉള്ളൂ. ഓ ഇല്ലാന്ന് പറഞ്ഞില്ലേ? വേണമെങ്കിൽ ഞാൻ കാണിച്ചു തരാം. സത്യം. ശരി ശരി, നീ വൈ. ഓ ശരി ശരി. ഓ എന്റെ പൊന്നി അച്ചി, ഒന്ന് പതുക്കെ പറഞ്ഞുകൂടി. സാറേ, ചേച്ചി കടുപ്പത്തിലൊരു ചായ. സാറേ ഇരിക്കണം. വേണോ? പിന്നെ താൻ നേരത്തെ എത്തിയോ? ഇപ്പൊ വന്നോളൂ സാറേ. ഞാനേ സാറിനെ കിട്ടപ്പോ ചായ പറഞ്ഞു. ചേച്ചി ആ ചായ കിട്ടേ. ഓ വേണ്ടായിരുന്നടോ, ഞാൻ ഡയറ്റിങ്ങില്ല. മാത്രമല്ല ശീലവും ഇല്ല. എന്നാലും താൻ പറഞ്ഞതല്ലേ, വാങ്ങിക്ക. പിന്നല്ലാതെ കുടിക്കണം. താൻ പൈസ കൊടുത്തോ? നമ്മൾ പോലീസുകാർ എവിടെയെങ്കിലും കാശ് കൊടുക്കോ സാറേ? ബോസ്, അത് വേണ്ട, ഞാൻ കൊടുക്കാം. ഓ എത്രയായി? 20. വേണ്ടായിരുന്നു സാറേ. ഓ താൻ വാ. ഓ സാറേ, എങ്ങോട്ടാണ്? താൻ വാടോ. അതെ, താൻ ഇനി എന്റെ ഓഫീസിൽ ജോലി ചെയ്യണ്ട. അയ്യോ, അതെന്താ സാറേ? സാറേ, ഞാൻ ചായക്ക് കാശ് കൊടുക്കുന്നുണ്ടാണോ? ഇനി മുതൽ കൊടുത്തോളാം സാറേ. അതല്ലടോ, തന്നെ
ടീമൊന്ന് മാറ്റിയിരിക്കുക. ഇനി മുതൽ താൻ അണ്ടർ കവർ പോലീസ് ടീമിലാണ് വർക്ക് ചെയ്യേണ്ടത്. ആ തന്നെ അങ്ങോട്ട് വിടാനാ ബാഗുമായിട്ട് വരാൻ പറഞ്ഞത്. അതെവിടെ സാറേ, ഒരുപാട് ദൂരെയാണോ? ദൂരെയൊന്നും അല്ലടോ, അടുത്ത് തന്നെ. ആ, തന്നെ കൊണ്ടുപോകാൻ ഒരു വണ്ടി ബുക്ക് ചെയ്തിട്ടുണ്ട്, അതിപ്പോ വരും. ആ പിന്നെ അതുവരെ അവിടെ ചെയ്യേണ്ട ജോലികളെ കുറിച്ച് ഞാൻ പറഞ്ഞുതരാം. ശരി സാർ. വന്നേ. ആ പൂർണിമ, പൂർണിമ, പൂർണിമ ഇറങ്ങില്ലേ? ഇല്ലല്ലോ. നിങ്ങൾ എവിടെയെങ്കിലും പോവാണോ? ഓഡിറ്റർ അടുത്തൊന്ന് പോണം, കുറച്ച് പേപ്പേഴ്സ് സൈൻ ചെയ്ത് കൊടുക്കാനുണ്ട്. ആ, ഇറങ്ങാൻ ചെറിയച്ച. ആ ഇറങ്ങാം മോളെ, ഞാൻ റെഡിയാ. ധ്വനിമോൾ ഇന്ന് വാശിയൊന്നും കാണിക്കാതെ സ്കൂളിൽ പോയ അമ്മേ? ഞാൻ കണ്ടില്ലല്ലോ. കണ്ടില്ലേ? അവൾ അമ്മയടുത്തോട്ട് വന്നെന്നാ ഞാൻ കരുതിയേ. ഈശ്വര, ഈ കുട്ടി ഇതെവിടെ പോയി? പല്ലവി, ധ്വനിമോൾ അവിടെ ഉണ്ടോ നോക്കിയേ. പല്ലവി, പല്ലവിയെ വിളിച്ചാൽ വിളി കേൾക്കുന്നില്ലല്ലോ. ഈശ്വര, ധ്വനിമോളെ, മോളെ, 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 നീ ഇവിടെ വന്നിരിക്കുവാണോ? എന്താ മോള് റെഡിയാവാത്തെ? സ്കൂളിൽ പോണ്ടേ? പഠിക്കണ്ടേ? വാ. ഇപ്പൊ എന്നും സ്കൂളിൽ പോവാൻ മോക്ക് മടിയാണല്ലോ. പോണ്ടേ? അമ്മേ, ധ്വനിമോള് ദാ ഇവിടെ ഇരിപ്പുണ്ടേ. എന്താ എന്റെ ധ്വനി? ഇവളിവിടെ വന്ന് നിക്കായിരുന്നു. എന്തിനാ മോളെ നീ ഒറ്റയ്ക്ക് ഇവിടെ വന്ന് നിന്നത്? ഇവളിങ്ങനെ തുടങ്ങി എന്ത് ചെയ്യും അമ്മേ? കുഞ്ഞല്ലേ, വഴക്കൊന്നും പറയണ്ട. ഇതിങ്ങനെ വിട്ടാ ശരിയാവത്തില്ല. വാ ഇവിടെ. ചെറിയച്ച, ഇവളെ ഞാൻ വേഗം റെഡിയാക്കാം, എന്നിട്ട് നമുക്ക് ഓഡിറ്ററിന്റെ അടുത്ത് പോവാമേ. ശരി മോളെ. വാ ഇങ്ങോട്ട്. എന്താ ചെയ്യാ? നമുക്കേ വേഗം റെഡിയായി പോവാം. ആ, വണ്ടി എത്തിയിട്ടുണ്ട്, വാ കയറിക്കോ. സാറേ, ഇതേത് വണ്ടി? ഓൺലൈൻ ടാക്സിയാ, കാശ് ഞാൻ കൊടുത്തിട്ടുണ്ട്. ആ അവര് തന്നെ കൃത്യമായ സ്ഥലത്ത് എത്തിച്ചോളൂ. ചെല്ലേ. ശരി സാർ. പോവാം.